നവകേരള സദസ്സിനെ കുറിച്ച് തന്നെയാണ് ആദ്യം പറയാനുള്ളത്. ഈ ജനാധിപത്യത്തെ അർത്ഥവത്താക്കുന്ന 18 ആരംഭിച്ച് ഡിസംബർ 23 സമാപിച്ച നവകേരള സദസ്സ് സംഘാടകരുടെ പ്രതീക്ഷകളെപ്പോലും അപ്രസക്തമാക്കി വലിയ ജനാവലിയാണ് ഓരോ വേദിയിലും പങ്കാളികളായത്. ആകെ 138 വേദികൾ. മന്ത്രിസഭ ഒന്നടങ്കം സംസ്ഥാനത്താകെ സഞ്ചരിച്ച് ജനങ്ങളുമായി നേരിട്ട് സംവദിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, ഇത്രയേറെ ജനപങ്കാളിത്തമുള്ള മറ്റൊരു പരിപാടിയും സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനില്ല. കേരളത്തിൻ്റെ വികസനത്തിനും പുരോഗതിക്കുമായി സർക്കാരിനൊപ്പം ഉണ്ട് എന്ന പ്രഖ്യാപനമായി നവകേരള സദസ്സ് മാറുകയായിരുന്നു. പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അവയെ അതിജീവിച്ച് സർക്കാർ നടപ്പാക്കുന്ന വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളോട് വിശദീകരിക്കുക എന്നതാണ് ഇതിലുദ്ദേശിച്ചിരുന്ന ഒരു കാര്യം. അതോടൊപ്പം ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ച് നവകേരളം കെട്ടിപ്പടുക്കാനുള്ള പുതിയ മാർഗം തുറക്കുക എന്നതുകൂടി ഇതിൻ്റെ ലക്ഷ്യമായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ താലൂക്ക് തല അദാലത്തുകളിൽ ആരംഭിച്ച് മേഖലാതല യോഗങ്ങളും തീരദേശ വനസൗഹൃദ സദസ്സുകളും ഇതെല്ലാം അടക്കം വലിയൊരു പ്രക്രിയയുടെ തുടർച്ചയായാണ് മന്ത്രിസഭയുടെ സംസ്ഥാനതല പര്യടനം നടന്നത്. താലൂക്ക് അദാലത്തുകളിൽ മന്ത്രിമാരായിരുന്നു പങ്കെടുത്തത്. അതിൻ്റെ അവലോകനങ്ങൾ മേഖലാതലത്തിൽ നടത്തിയത് മന്ത്രിസഭയാകെ പങ്കെടുത്തുകൊണ്ടായിരുന്നു. നവകേരള സദസ്സിൽ 6,42,076 നിവേദനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചില പരാതികൾ ഒന്നിലധികം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഇവ അതത് വകുപ്പുകൾക്ക് നടപടിക്കായി പ്രത്യേകം നൽകുമ്പോൾ നടപടിയെടുക്കേണ്ട വിഷയങ്ങളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകാം. നിവേദനങ്ങൾ വകുപ്പ് തലത്തിൽ തരംതിരിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറുകയാണ്. പൊതു സ്വഭാവമുള്ള പരാതികൾ തരംതിരിച്ച് അതിൽ പൊതു തീരുമാനം കൈക്കൊള്ളുകയും ചെയ്യും. നിലവിലുള്ള ചട്ടങ്ങളിലോ ഉത്തരവുകളിലോ മാറ്റങ്ങൾ അനിവാര്യമാണെങ്കിൽ അക്കാര്യവും പരിഗണിക്കുന്നതാണ്. നവകേരള സദസ്സിലെ ഒരു പ്രധാന പരിപാടി പ്രഭാത യോഗങ്ങളായിരുന്നു. സാമൂഹ്യ രംഗത്തെ പ്രധാന വ്യക്തികൾ, കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തകർ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, നിയമജ്ഞർ, വിരമിച്ച ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ, വർഗബഹുജന സംഘടനാ പ്രതിനിധികൾ, അറിയപ്പെടുന്ന മഹിളാ പ്രതിനിധികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർ, വിവിധ മേഖലകളിൽ തൊഴിലെടുക്കുന്നവർ, ഇങ്ങനെ 200ഓളം പേരാണ് ഓരോ പ്രഭാത യോഗത്തിലും പങ്കെടുത്തത്. നേരിട്ട് സംസാരിക്കാൻ കഴിയാത്തവർക്ക് അഭിപ്രായങ്ങൾ എഴുതി നൽകാനുള്ള അവസരവും ഉണ്ടായിരുന്നു. ഇവയാകെ പരിശോധിച്ച് സർക്കാർ നടപടി സ്വീകരിക്കുകയാണ്. ലഭിച്ച നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള വകുപ്പ് തല അവലോകന യോഗങ്ങൾ ഇതിനകം നടന്നിട്ടുണ്ട്. വ്യത്യസ്ത വകുപ്പുകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിശോധിക്കാൻ ഉന്നതതല ഉദ്യോഗസ്ഥ യോഗങ്ങളാണ് വിളിച്ചത്. വന്ന നിർദ്ദേശങ്ങൾ പ്രത്യേകമായി പരിശോധിച്ചു. സാങ്കേതിക കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് തുടർ നടപടികൾ കൈക്കൊള്ളാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. 20 യോഗങ്ങളാണ് വിളിച്ചു ചേർത്തത്.
ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും വകുപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും ഈ യോഗങ്ങളിൽ പങ്കെടുത്തു.